നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മുടി കട്ട് ചെയ്യുന്നതിന് ഏറ്റവും നല്ല ദിവസം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നവംബർ 15 പൗർണമി ദിവസം മുടി കട്ട് ചെയ്താൽ മുടി വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കും. റാപ്പിഡ് ഹെയർ ഗ്രോത്ത് ആണ് പൗർണമി ദിവസം. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പൗർണമിയുടെ ഫുൾ, അതായത് ചന്ദ്രൻ്റെ ഫുൾ എനർജി കിട്ടുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ടിപ്സിനുണ്ടല്ലോ, നെല്ലിക്കപ്പൊടി എപ്പോഴും ചേർക്കുവാണെങ്കിൽ മുടി നല്ല ബ്ലാക്കും ആയിരിക്കും, തിക്നെസ്സും ഉണ്ടാവും, വളർച്ചയുണ്ടാവും കേട്ടോ. ഏത് ടിപ്പിലും നമുക്ക് ഒരു സ്പൂണെങ്കിലും നെല്ലിക്കപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. നല്ല തിളക്കം ഉണ്ടാവും, ബ്ലാക്ക് ആയിരിക്കും മുടി, ഗ്രോത്ത്, അതായത് നല്ല ഭംഗിയിൽ വളരും, ചെളിയെല്ലാം പോവും കേട്ടോ. അപ്പം അത്രയും നല്ല റിസൾട്ടാണ്. അപ്പം അതിനാണ് ഞാൻ മേമ്പൊടി പോലെ എപ്പോഴും പറയാറുണ്ടല്ലോ, നെല്ലിക്കപ്പൊടി ചേർക്കും, നെല്ലിക്കപ്പൊടി ചേർക്കും. നെല്ലിക്കപ്പൊടി അയണാണ്, പിന്നെ തലയ്ക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ ഇത് ഏത് ടിപ്പിൻ്റെ കൂടെയും നമ്മൾ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ടിപ്സ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അന്ന് പറഞ്ഞതുപോലെ മുരിങ്ങയില ജ്യൂസിൽ നെല്ലിക്ക ഇട്ട് തേച്ചിട്ടും നല്ല സിൽക്കി ഹെയറാന്ന് പറഞ്ഞല്ലോ, റിസൾട്ട് വന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ നെല്ലിക്കപ്പൊടി എന്തിൻ്റെ കൂടെയാണ് തേക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്നും പറയാറില്ല, നമ്മുടെ ഒലിവ് ഓയിലും നെല്ലിക്കപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് തേച്ച് നോക്കൂ. നല്ല റിസൾട്ടായിരിക്കും കേട്ടോ, നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതാണ് കേട്ടോ നെല്ലിക്കപ്പൊടി. നമ്മൾ ഇത് ചാലിക്കാൻ ആവശ്യമുള്ള ഒലിവ് ഓയിൽ ഇതിലൊഴിക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒലിവ് ഓയിലും കറ്റാർവാഴയും നല്ല റിസൾട്ടാണ് കേട്ടോ. അതും പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒലിവ് ഓയിലും കറ്റാർവാഴയും കൂടി തേച്ചിട്ട് നല്ല റിസൾട്ടാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അതേപോലത്തെ ഒരു പാക്കാണിത്. ഇതിങ്ങനെ പേസ്റ്റ് പോലെ എടുത്തിട്ട് നേരെ അപ്ലൈ ചെയ്താൽ മതി. ഈ മുടി കണ്ടോ, ഇതെല്ലാം നെല്ലിക്കപ്പൊടിയൊക്കെ കൂടി മിക്കവാറും ദിവസം ഞാൻ നെല്ലിക്കപ്പൊടി തേക്കും. നിങ്ങളെ കാണിക്കുന്ന ഓരോ പാക്കും ഞാൻ തലയിൽ തേച്ചുകൊണ്ടിരിക്കുന്ന പാക്കാണ് കേട്ടോ. എല്ലാ പാക്കും ഇതുപോലെ ഓരോ പാക്ക്, എന്നോട് ഡെയിലി പാക്ക് തേക്കാമോ എന്നൊക്കെ ചോദിച്ചു. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, മാറ്റി മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. അതുപോലെ മുടി ഡെയിലി നനയ്ക്കാമോ എന്ന് ചോദിച്ചു, അതും നനയ്ക്കാം കേട്ടോ. പിന്നെ ഈ മുടി ഡെയിലി നനയ്ക്കരുതെന്നൊക്കെ പറയുന്നത്, നമ്മൾ സ്പാ അതുപോലെ സ്ട്രെയിറ്റനൊക്കെ ചെയ്യില്ലേ, മുടിയുടെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ബ്യൂട്ടി പാർലറിലുള്ളവർ പറയും ആഴ്ചയിൽ ഒരിക്കലേ നനയ്ക്കാവൂ എന്നൊക്കെ പറയും. അങ്ങനെ നനയ്ക്കുന്ന സമയത്ത് മുടി ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പോൾ താരൻ വരാൻ എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം മുടി ദിവസവും നിങ്ങൾ കുളിക്കാം കേട്ടോ. ദിവസം കുളിക്കാം, മുടി നനയ്ക്കുക, അത്രയും നല്ല ആരോഗ്യത്തോടു കൂടി മുടി ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നും കൂടി ഞാൻ വൈകുന്നേരം കുളിച്ചിട്ടാണ്, കാലത്തും കുളിച്ചു, വൈകുന്നേരം കുളിച്ചു. അമ്പലത്തിൽ ഇവർക്ക് വാലായ്മ, വീട്ടിലുള്ളവർക്ക് വാലായ്മ ഉള്ള കാരണം, ചേട്ടനൊക്കെ വാലായ്മ ആയതുകൊണ്ട് അമ്പലത്തിൽ വിളക്കുകൊളുത്താൻ പോകുമ്പോൾ കുളിച്ച് ഈറനോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇന്നും കൂടി അങ്ങനെ കുളിച്ചതാണ് കേട്ടോ. പക്ഷെ ഞാൻ തോർത്ത് കെട്ടി വെച്ചിട്ട് വെള്ളമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അഴിച്ചിട്ടു. അതാണ് കണ്ടോ, മുടി ഉണങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെക്കും കേട്ടോ. ഓവർനൈറ്റ് വെച്ചിട്ടാണ് രാവിലെ കഴുകി കളയും കേട്ടോ. അടിപൊളി
പാക്കാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. ഒലിവ് ഓയിലുണ്ട്. ഒലിവ് ഓയിലിൻ്റെ ഗുണം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഒലിവ് ഓയിൽ സ്കാൽപ്പിന് എന്ത് ചെയ്യും, ഹെൽത്തി ആക്കും. ഹെൽത്തി സ്കാൽപ്പിലാണ് നല്ല മുടി വളരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല ഹെൽത്തി ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ കൂടിയാണ്. അപ്പം പെട്ടെന്ന് മുടി വളർന്നുകൊണ്ടിരിക്കും. കുഞ്ഞു കുഞ്ഞു മുടി നമുക്ക് കാണാൻ പറ്റും. നല്ല റിസൾട്ടാണ്. അപ്പം നെല്ലിക്കയും കൂടി ആകുമ്പോൾ ഇരട്ടി റിസൾട്ടാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ മുഴുവനും തേക്കട്ടെ കേട്ടോ. തേച്ചിട്ട് ഉപ്പിക്കട്ടെ. ഇരുന്ന് തേക്കുമ്പോൾ മുടിയിൽ തുമ്പത്തൊക്കെ തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ നെല്ലിക്കപ്പൊടിയും ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ടുള്ള ഈ പാക്ക് കേട്ടോ, അതൊന്ന് എല്ലാവരും തേക്കാം. ഇവിടെ നിന്ന് തേക്കാം കേട്ടോ. മുടിയുടെ കണ്ടോ, ഈ അറ്റം മുതൽ കണ്ടോ, ഇവിടെ നിന്ന് സ്കാൽപ്പ് മുതൽ നമുക്ക് മുടിയുടെ അറ്റം വരെയും തുമ്പ് വരെയും ഇങ്ങനെ എടുത്ത് തേക്കാം കേട്ടോ. അപ്പം മുടി വളരാനും മുടിയുടെ ഊരിപ്പൊക്ക് കുറയാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അപ്പം സൂപ്പർ പാക്കാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ പാക്കായിട്ട് ഞാൻ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം ഞാൻ മാറി മാറി തേക്കുന്ന പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് 100% ധൈര്യമായിട്ട് തേക്കാം. കാരണം ഇതെല്ലാം ഞാൻ തേച്ച് റിസൾട്ട് വന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഒരിക്കലും ഞാൻ തേക്കാത്ത ഒരു പാക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഓരോ പാക്കും ഞാൻ തേച്ച് എനിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇനി ഒരുപാട് പാക്കുകളുണ്ട്. ഞാൻ ഓരോ പാക്കും മാറി മാറി തേക്കും. അപ്പോൾ അങ്ങനെയാണ് കണ്ടോ. മുടി ഷാമ്പു ഉപയോഗിക്കാറില്ല, സോപ്പ് ഉപയോഗിക്കാറില്ല. എണ്ണ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ, ഡെയിലി എണ്ണ ഒഴിക്കാറില്ല, തലമുടിയിൽ പരട്ടാറില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് തൊട്ട് വിടുത്ത്, അത് ചിലപ്പോൾ ജെല്ലായിരിക്കും, ചിലപ്പോൾ ഇതുപോലെ കറ്റാർവാഴ ഒലിവ് ഓയിലായിരിക്കും, ചിലപ്പോൾ കറ്റാർവാഴ നെല്ലിക്കപ്പൊടി ആയിരിക്കും, കറ്റാർവാഴ ഒലിവ് ഓയിലും കൂടാതെ നെല്ലിക്കപ്പൊടിയും ഒലിവ് ഓയിലായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പാക്കിൻ്റെ കൂടെ നമുക്ക് ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിലോ ആവണക്കെണ്ണയോ എന്തായാലും ചേർക്കാം കേട്ടോ. ആവണക്കെണ്ണ ഇതുപോലെ നമ്മൾ തിക്നെസ് ഉള്ള കാരണം ഒറ്റയ്ക്ക് തേക്കാറില്ല, എന്തെങ്കിലും ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് തേക്കാറ് കേട്ടോ. അപ്പം നല്ല റിസൾട്ടാണ്. മുടിക്ക് നല്ല ബ്ലാക്ക് ആയിരിക്കും, ഒഴിഞ്ഞുപോക്കൽ നിൽക്കും, താരനുണ്ടാവില്ല, മുടിയുടെ ഡ്രൈനെസ് മാറ്റി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ പാക്ക് കൊണ്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും ഈ പാക്ക് ഉപയോഗിക്കാം. നീർപ്പിടുത്തമില്ലാത്തവർക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴുകിക്കളഞ്ഞാലും മതി. അതല്ലാത്തവർ ഒരു 30 മിനിറ്റ് ഒക്കെ വയ്ക്കാം കേട്ടോ. ഇനി കൂടുതൽ വെക്കാൻ ആഗ്രഹമുള്ളവർ 1 മണിക്കൂർ വയ്ക്കാം. നീർപ്പിടുത്തമില്ലാത്തവർ കേട്ടോ. നീർപ്പിടുത്തമുള്ളവർ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുന്നതിന് മുമ്പ് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ രാസനാദിപ്പൊടി നിറയെ തിരുമാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ മതി. നല്ല റിസൾട്ടാട്ടോ. ഇതുപോലെ ലയിപ്പിച്ചെടുക്കാം കേട്ടോ. നെല്ലിക്കപ്പൊടി ഒലിവ് ഓയിൽ ഇതുപോലെ ലയിപ്പിച്ചിട്ട് വേണം തേക്കാൻ. ഇപ്പം നമുക്ക് മുടിയുടെ ഉള്ളിലും ഇത് ചെല്ലും കണ്ടോ. നെറ്റിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ പാക്ക് കേട്ടോ. അപ്പം എല്ലാവരും ഈ പാക്ക് ഒന്ന് പരീക്ഷിക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. റിസൾട്ട് പറയണം കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. മുടി ശ്രദ്ധിക്കാം. മുടി വൈകുന്നേരങ്ങളിൽ വിടുത്തി പിന്നിയിട്ട് കെട്ടി വയ്ക്കാം കേട്ടോ. വെള്ളം കുടിക്കാം ധാരാളം. ഇതൊക്കെയാണ് മുടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. നല്ലൊരു ടിപ്പുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.